അസ്സലാം. എന്തേ നല്ല സുഖല്ലേ? ദുഃഖപുത്രിയുടെ മീര പറഞ്ഞ പോലെ അങ്ങ് ജീവിച്ചു പോണൂന്ന് മാത്രം. വിലപ്പെട്ട സമയം കൊടുത്ത് പകരം കണ്ണീര് വാങ്ങുന്ന നിന്നെപ്പോലുള്ളവരുടെ എനിക്ക് സഹതാപം സക്കീന. എന്റെ പ്രയാസങ്ങൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാവാൻ എന്തിരിക്കുന്നു? നമ്മുടെ മാതൃക സീരിയൽ നടിമാരല്ല. അത് പോട്ടെ, മോന്റെ വിവരം എന്താ? ഇന്നലെയും വിളിച്ചിരുന്നു. പണം ചോദിച്ച എല്ലാ ആഴ്ചയും വിളിക്കാറുണ്ട്. ഇപ്പത്തെ കുട്ടികളല്ലേ, ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. ജമാനെ വിളിച്ചിരുന്നോ? അസുഖം കുറവുണ്ടോ? അത് പിന്നെ ഷുഗറും പ്രഷറും ഇപ്പൊ എല്ലാവർക്കും ഉള്ളതല്ലേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ട് ഇറങ്ങണം. അതിന് എനിക്ക് എവിടെ സമയം? അല്ലേ, ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊന്നും സമയമില്ല. കടിമേൽ പണ്ടുള്ള അക്കം തന്നെയല്ലേ ഇപ്പോഴും? കൊല്ലമിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എവിടെ പോയി സമയം? ഞാൻ പറയാം, ഈ പണ്ടാറപ്പെട്ടി എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടി. നിങ്ങൾ കുടിക്കരുത്. വേണ്ട വേണ്ട, ഞാൻ ഇറങ്ങാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉപ്പാനോടേക്ക് പോരാൻ പറയാം. നമുക്ക് ഉപ്പാനെ കാണണം. ഇപ്പൊ പോണ കടങ്ങളൊക്കെ ആരാ വീട്ടുക? കാക്കാനെ ഡോക്ടർ ആക്കണം. മാർക്കില്ലേ പൈസ കൊടുത്തിട്ടുണ്ട്. അതെന്റെ ഒരു ആഗ്രഹം. ഡോക്ടർ വന്നതാണ്. നിനക്കും പറഞ്ഞൂടെ? നമുക്ക് കാക്കാന്റെ പെങ്ങളായാ മതി. പോരാ, ഒരു അടിപൊളി ഹോസ്പിറ്റൽ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഡോക്ടർ ആയാലും അടിച്ചു പൊളിക്കലൊക്കെ നാട്ടാരെന്നെ അങ്ങനെ ചെയ്തോ. ഏയ്, അടിച്ചു മാറട്ടെ എന്ന് പറയായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞില്ലേ ഇപ്പൊ പോയിട്ട്? വിളിക്കുമ്പോ ഒക്കെ പറയും പെരുന്നാളിന് വരുന്നു. എന്നിട്ട് പെരുന്നാളും കഴിഞ്ഞു. ഇല്ല സക്കീന, നിങ്ങൾക്ക് കഴിയാനുള്ളതൊക്കെ ജമാൽ ഉണ്ടാക്കിയിട്ടില്ലേ? പിന്നെ എന്തോ ഇങ്ങോട്ട് പോന്നാല്? പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സുബൈദാന്റെ വീട്ടിൽ പോയപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോയി. എന്തിന്? കരീമിന്റെ മയ്യത്ത് കണ്ടിട്ടാ? അല്ല, എന്താ ആ വീടിന്റെ ഒരു പത്രാസ്. ആ വീടും സ്വത്തുക്കളും ഉണ്ടാക്കിയിട്ടല്ലേ കരീമ് കണ്ണടച്ചത്. അത് എന്നൊക്കെ സമാധാനിക്കാലോ. ഇവിടെ ഒരാളുണ്ട്, നാളിതുവരെയായിട്ട് എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഉള്ളത് മുഴുവൻ കുടുംബക്കാരെ കൊണ്ട് തീറ്റിച്ചില്ലേ. അനക്ക് ഇവിടെ എന്തിന്റെ കുറവാ സക്കീന? ഒരു കുറവുമില്ല. എല്ലാ വരവിനും കൊണ്ടുവരും കുറെ ഷുഗറും പ്രഷറും. ചങ്കിത്തറക്കണ ഭർത്താനം പറയലെന്റെ സക്കീന. ഓന്റെ കൈ എത്തനീനോ അപ്പുറത്തല്ല എന്റെ ആശകള്. ഓന് മനസ്സനല്ലേ? അവന്റെ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങട്ടെ പോയി എടുത്ത് കുടിക്കാനാ പറഞ്ഞത്. പെൺകുട്ടികളായ കുറച്ച് പണിയൊക്കെ ചെയ്യണം. സക്കീന, എന്റെ പുറയിലേക്ക് കുറച്ച് ദിവസത്തേക്ക് പോണം. വേറെ മാർഗം ഇല്ലാഞ്ഞിട്ടല്ലേ മക്കളെയും പേരക്കുട്ടികളെയും വിട്ട് ഞാൻ ഇവിടെ നിക്കണത്. അപ്പൊ ഇവിടെ എനിക്ക് വരാം. സക്കീന, പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. അന്റെ പെറ്റുമ്മ അല്ലേലും അന്റെ ഉമ്മ തന്നെയല്ലേ ഒറ്റക്ക വീട്ടിൽ കഴിയണത്. ഒന്ന് വിളിക്കേണ്ട താമസമല്ലേ ഉള്ളൂ. ഒറ്റക്കാന്ന് ആരാ പറഞ്ഞത്? നല്ല ശമ്പളം കൊടുത്തിട്ടാ ജമാൽക്ക് ഒരു ഹോംലെസിനെ ഏർപ്പാടാക്കിയത്. ഓനെ പിന്നെ വേറെ എന്ത് മാർഗം ഉള്ളത്? നിങ്ങൾ പോകാൻ പോയിക്കോ, ഞാൻ വേറെ ആളെ നോക്കണം. സക്കീന, പണം കൊടുത്താനൊക്കെ പലത് ഈ ദുനിയാവില് നേടാൻ പറ്റും. പക്ഷെങ്കില് പണം എത്ര കൊടുത്താലും കിട്ടാത്തതുണ്ടെന്ന് നീ മറക്കരുത്. സക്കീന എവിടെ? ഈ ബേജാറാണ്ട കാര്യം പറയേ. ഒന്നുമില്ലല്ലോ, വിളി. സക്കീന. എന്താ നസീന? അല്ല സക്കീന, ഈ കഴിഞ്ഞ മാസം വാങ്ങിച്ച നെക്ലസ് വളല്ലേ ഒന്ന് തരണം വേഗം, സമയമില്ല. ഏടെയാ കല്യാണോ? കല്യാണല്ലേ, എന്റെ അമ്മായിന്റെ അനിയന്റെ മോന് മരിച്ചെന്ന് എനിക്ക് ഇപ്പൊ വിവരം കിട്ടിയിട്ടേ ഉള്ളൂ. ആടെ പോവാനാ. പഠിച്ച തമ്പുരാനേ, എന്തിനാ നസീമ നീ ഒറ്റയ്ക്ക് രാത്രി വന്നത്? അത് പിന്നെ അസ്രായില് വരാൻ നേരവും കാലം ഉണ്ടോ സക്കീന? നമ്മള് നേരത്തെ കരുതി വെക്കണ്ടേ? എന്റെ ഉപ്പ വന്ന് എത്ര ദിവസം ഉണ്ടാവുന്നറിയോ? അത് നിനക്ക് എങ്ങനെ അറിയാനാ? ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടായി. ഉപ്പ വന്നാ പോവില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഉപ്പാന്റെ കൈയും പിടിച്ച് ഞാൻ പാടത്തും പറമ്പിലും ഒക്കെ ഓടി
കളിക്കും. നിങ്ങളെ കൂട്ടൂല. പെൺകുട്ടികളായാലും കുറച്ച് അടുക്കോ ഒതുക്കോ ഒക്കെ വേണം. ആരാന്റെ പോലെ പോവാനുള്ളതാ. ആമിത, എനിക്കൊരു തെക്കേപ്പെട്ട ഒരു പണം. അൽഹംദുലില്ലാ, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. മോളെ കുട്ടികളെ കാണാൻ ഒരുപാട് പൂതി ഉണ്ടാവും ഉമ്മക്ക്. അല്ലേ വേണ്ട, 7 മണിക്ക് മുമ്പ് എത്താൻ പറ്റിയില്ലെങ്കിലോ നിങ്ങൾ പോയാ മതി. ഞാൻ പോയാ അനക്കങ്ങനെ കാണാൻ പറ്റാ? കാണാനല്ല, ഉമ്മാന്റെ കട്ടിന്റെ അടിയിൽ നമ്മളാ കുഞ്ഞു ഒട്ടുള്ളില്ലേ, പൊടിയും മാറാലൊക്കെ ഉണ്ടാവും. എന്നാലും തേച്ച് എനിക്ക് ആ വെട്ടിത്തിളങ്ങും. അതൊന്നും എടുത്തുകൊണ്ടുവരണം. കിച്ചണിലെ ഷോക്കേസ് വെക്കാനാവോ? നമ്മൾ അസ്മാന്റെ വീട്ടിലെ ഷോക്കേസിന് അതുപോലെ ഉണ്ട്. നല്ല ഭംഗിയാണ്. എന്താ മോട്ടുള്ളി? അതൊരു വലിയ കഥയാ. ഒരു കാലത്ത് എന്റെ വല്യമ്മയെ ആ ഒത്തുള്ളി ഒരുപോലെ വെട്ടി തിളങ്ങുന്നതായിരുന്നു. അന്ന് വല്യമ്മ അതിനകത്തുണ്ടാക്കുന്ന പലഹാരങ്ങള് എന്റെ ഉപ്പാക്ക് തിന്നാലും മതി വരില്ലായിരുന്നു. ഇപ്പൊ ആ ഒട്ടുള്ളി പൊടിയും പിടിച്ച് കട്ടിലിനടിയില്, കട്ടിന്മേൽ എന്റെ വല്യമ്മയും. അല്ലാതെന്ത് പറയാനാ? അപ്പൊ ഉപ്പ വന്നാലാ കുഞ്ഞു ഒട്ടുള്ളിയില് ഉമ്മ പലഹാരങ്ങൾ ഉണ്ടാക്കിയാല് ഞാനും ഉപ്പ ഒന്നിച്ചിരുന്ന് കഴിക്കും. കഴിക്കും. അടുക്കളയിലെ ചില്ലുകുട്ടിനകത്തുള്ള പാത്രം നോക്കി എന്റെ വല്യമ്മനോർത്തിരിക്കാൻ പറ്റും ഉപ്പാക്ക്. വലിയ പേരമരം കണ്ടിട്ടായ എന്റെ ഉപ്പാന്റെ വയസ്സുണ്ടതിന്. എന്റെ ഉപ്പാനെ പോലെ തന്നെ ആറ്റ് നോറ്റ് വളർത്തിയ പേരമരാണത്. എന്റെ വല്യമ്മന്റെ ആശയായിരുന്നു അത് നിറയെ കായ്ച്ചു കിടക്കണ കാണാൻ. ആശ വെറുതെ ഇല്ല, ഇപ്പം നിറയെ കായ്ച്ച് മുറ്റത്തേക്ക് കൊമ്പ് ചായ്ച്ചു നിൽക്കുവല്ലേ. പക്ഷെ എന്റെ ബാപ്പ മതി പുരാൻ പറഞ്ഞത്. നിങ്ങൾ പോയി ഭക്ഷണം എടുക്ക്. നമുക്ക് വല്യമ്മയുടെ അടുത്ത് പോണോ? മിണ്ടാണ്ടിരിക്കണുണ്ടായ ഉമ്മാന്റെ കൈ നടി മേടിക്കണ. ഹലോ, ആരാ? ഞാൻ ആമിനയാ. അബോ, ഓ അബുദാബിന്നോ? ആ പറ. ആസ്പത്രിയിലോ? എന്നിട്ട് എന്താ പഠിച്ചോനെ? എന്താണ് ഇത്? ആരാ വിളിച്ചത്? എന്റെ മോനെന്തെങ്കിലും? മോനല്ല, ജമാലിന് അസുഖം കൂടിയിട്ട് ആസ്പത്രിയിലാ. പാറി പറക്കാൻ കൊതിച്ചവൾ ഞാൻ മോഹിച്ച്